ആത്മീയ യാത്രയിലേക്ക് സ്വാഗതം. മന്ത്രസിദ്ധി ആഗ്രഹിക്കുന്നവർക്കായി ഈ വിദ്യ വളരെ ലളിതവും എന്നാൽ ആത്മീയമായി ഏറെ പ്രാധാന്യമുള്ളതുമാണ്. മന്ത്രജപം കേവലം ഒരു വാചകം ആവർത്തിക്കലല്ല, മറിച്ച് അതൊരു ഊർജതന്ത്രമാണ്. മന്ത്രസിദ്ധി കൈവരിക്കാനുള്ള മാർഗങ്ങൾ പലപ്പോഴും മന്ത്രങ്ങൾ ദീർഘകാലം ജപിച്ചിട്ടും ഫലം ലഭിക്കാത്തവർ തടസ്സങ്ങൾ നീക്കി മന്ത്രത്തിന്റെ പൂർണ്ണമായ ഊർജം ഉണർത്താൻ സഹായിക്കുന്ന രീതിയാണിത്. 1. പ്രാരംഭ പ്രാർത്ഥന. സിദ്ധിമന്ത്രം. ഏതൊരു പ്രധാന മന്ത്രം ജപിക്കുന്നതിന് മുൻപും സകല സിദ്ധികളും പ്രദാനം ചെയ്യുന്ന മന്ത്രങ്ങൾ ജപിക്കുന്നത് ഉത്തമമാണ്. ഓം ഹ്രീം ക്ലീം സർവസിദ്ധിം ദേഹി ദേഹി സ്വാഹ. പ്രാധാന്യം. ഇതിലെ ഹ്രീം ക്ലീം എന്നീ ബീജാക്ഷരങ്ങൾ പ്രപഞ്ചശക്തിയെയും ആകർഷണശക്തിയെയും സൂചിപ്പിക്കുന്നു. പ്രധാന മന്ത്രം ജപിക്കുന്നതിന് മുൻപ് 21 തവണ ഇത് ജപിക്കുന്നത് മനസ്സിനെ ആ മന്ത്രത്തിലേക്ക് പാകപ്പെടുത്താനും തടസ്സങ്ങൾ നീക്കാനും സഹായിക്കുന്നു. 2. ജപിക്കുമ്പോൾ പാലിക്കേണ്ട നിബന്ധനകൾ. മന്ത്രത്തിന്റെ ഫലം ഇരട്ടിയാക്കാൻ ശാരീരികവും പരിസ്ഥിതിപരവുമായ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ദിശ കിഴക്കോട്ടോ വടക്കോട്ടോ തിരിഞ്ഞിരുന്ന് ജപിക്കുന്നത് പ്രപഞ്ചത്തിലെ പോസിറ്റീവ് ഊർജം സ്വീകരിക്കാൻ സഹായിക്കും. കിഴക്ക് ജ്ഞാനോദയത്തെയും വടക്ക് മോക്ഷത്തെയും സൂചിപ്പിക്കുന്നു. ശാരീരികാവസ്ഥ. നട്ടെല്ല് നിവർത്തിയിരിക്കുക എന്നത് അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ ശരീരത്തിലെ പ്രധാന ഊർജ കേന്ദ്രങ്ങൾ ചക്രാസ് നട്ടെല്ലിന് സമാന്തരമായാണ് സ്ഥിതി ചെയ്യുന്നത്. നട്ടെല്ല് വളഞ്ഞിരുന്നാൽ ഈ ഊർജപ്രവാഹം തടസ്സപ്പെടും. ഏകാഗ്രതയും വിശ്വാസവും. സംശയത്തോടെ ജപിക്കുന്ന മന്ത്രം ഫലം നൽകില്ല. പൂർണ്ണമായ സമർപ്പണബോധത്തോടെ വേണം ജപം തുടങ്ങാൻ. നൈതികതയും ഗുണഫലവും. മന്ത്രങ്ങൾ കൊണ്ട് ലഭിക്കുന്ന സിദ്ധി അല്ലെങ്കിൽ ആത്മീയ കരുത്ത് എങ്ങനെ ഉപയോഗിക്കണം എന്നത് വളരെ പ്രധാനമാണ്. ലോകനന്മ. മന്ത്രങ്ങൾ സ്വാർത്ഥ ലാഭത്തിനോ മറ്റുള്ളവരെ ദ്രോഹിക്കാനോ ഉപയോഗിച്ചാൽ അത് ജപിക്കുന്ന ആളിന് തന്നെ ദോഷകരമായി ഭവിക്കും. കാർമിക് എഫക്റ്റ്. ശുദ്ധമായ ഉദ്ദേശ്യം ലോകനന്മയ്ക്കും സ്വന്തം ആത്മീയ ഉന്നതിക്കുമായി മന്ത്രങ്ങളെ ഉപയോഗിക്കുമ്പോൾ അത് കൂടുതൽ ശക്തിയോടെ പ്രവർത്തിക്കുന്നു. ഒരു ഗുരുമുഖത്തു നിന്നും ലഭിച്ച അറിവുകൾ പോലെ വ്യക്തമായ നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്. ഈ രീതികൾ കൃത്യമായി പിന്തുടർന്നാൽ മന്ത്രസിദ്ധി എളുപ്പമായിരിക്കും. അടുത്ത വീഡിയോയിൽ ബാക്കി കാര്യങ്ങൾ നോക്കാം.